എം.ആർ. അജിത് കുമാറിന്റെ ശബരിമലയിലെ ട്രാക്ടർ യാത്രയിൽ കുറ്റം ഡ്രൈവറിന്റെ മേൽ കെട്ടിവെച്ച് പോലീസ്. ട്രാക്ടർ ഡ്രൈവറെ പ്രതിയാക്കി പമ്പ പോലീസ് കേസെടുത്തു. പോലീസ് മേധാവിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് ട്രാക്ടർ. കേസിൽ ട്രാക്ടറിന്റെ RC ഓണറെ പ്രതിയാക്കിയില്ല. വിവരങ്ങളുമായി ശ്രീരാജ് ബാബുവാണ് ചേർന്നത്. ശ്രീരാജ്, ഉന്നത ശ്രേണിയിൽപ്പെട്ടവരൊക്കെ സേഫ് ആക്കിക്കൊണ്ടുള്ള ഒരു നടപടി എന്ന് പ്രഥമ ദൃഷ്ടിയാൽ തോന്നുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് ഹൈക്കോടതി നിശിതമായ ഭാഷയിൽ തന്നെ വിമർശിച്ച സംഭവം കൂടിയാണ്. അതിലാണിപ്പോൾ ഏറ്റവും പുതിയൊരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. സംഗീത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ FIR വായിക്കുമ്പോൾ, ഈ സംഭവത്തിൽ പമ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എം.ആർ. അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു FIR ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കുറ്റങ്ങളെല്ലാം തന്നെ ട്രാക്ടർ ഓടിച്ച ഡ്രൈവറിന്റെ മേൽ മാത്രം ചുമത്തിക്കൊണ്ടാണ് FIR ഇട്ടിട്ടുള്ളത്. അതിൽ യാത്ര ചെയ്ത എം.ആർ. അജിത് കുമാറിനെ പറ്റി ഒരു പരാമർശവും അതിൽ ഇല്ല. അലക്ഷ്യമായി ജനങ്ങൾക്ക് അപകടമുണ്ടാകുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിനാണ് FIR ഇട്ടിട്ടുള്ളത്. അതിൽ ആളുകളെ കയറ്റിക്കൊണ്ട് ശബരിമലയിലേക്കും തിരികെ 13-ാം തീയതി ഉച്ചയ്ക്ക് തിരികെ പമ്പയിലേക്കും എത്തിച്ചു എന്നായിരുന്നു FIR-ൽ പറയുന്നത്. അതിലെവിടെയും തന്നെ അജിത് കുമാറിനെ പറ്റി ഒരു പരാമർശവും ഇല്ല. അതുപോലെ തന്നെ ഈ മോട്ടോർ വാഹന നിയമങ്ങളടക്കം ചുമത്തിയും ഹൈക്കോടതി വിധി ലംഘിച്ചത് ചൂണ്ടിക്കാട്ടിയുമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. പ്രതിയായിട്ടുള്ളത് പോലീസ് ഡ്രൈവർ മാത്രമാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് മേധാവിയുടെ പേരിലാണ് സ്വാഭാവികമായും ഈ ട്രാക്ടർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ സാധന സാമഗ്രികൾ, ചരക്ക് കയറ്റിക്കൊണ്ടു പോകുന്നതിന് മാത്രമാണ് ഈ ട്രാക്ടർ ഉപയോഗിക്കുന്നത്. പോലീസിന്റെ ട്രാക്ടറാണ്. അതുകൊണ്ട് തന്നെ പോലീസ് മേധാവിയുടെ പേരിലാണ് നിലവിൽ ഈ ട്രാക്ടർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ RC ഓണറുടെ പേരിലും നിലവിൽ കേസ് എടുത്തിട്ടില്ല. FIR-ൽ അവരുടെ പേരുമില്ല. ഇതിൽ FIR-ൽ ആകെ പ്രതിയായിട്ടുള്ളത് ഈ ട്രാക്ടർ ഡ്രൈവർ മാത്രമാണ്. ഇതിൽ നിലവിൽ എം.ആർ. അജിത് കുമാറിന്റെ പേര് പോലും പരാമർശിക്കാത്ത ഘട്ടത്തിൽ ഈ കുറ്റങ്ങളെല്ലാം തന്നെ ഈ ട്രാക്ടർ ഡ്രൈവറുടെ മുകളിൽ മാത്രം ചുമത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് നിലവിൽ മനസ്സിലാകുന്നത്. നിശിതമായ ഭാഷയിൽ ഹൈക്കോടതി അടക്കം വിമർശിച്ചു. ഈ നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു, കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ചരക്ക് മാത്രം കൊണ്ടുപോകാനായിരിക്കണം ട്രാക്ടർ ഉപയോഗിക്കുന്നതെന്നടക്കം. എന്നാൽ അതിൽ ഗുരുതരമായ ചട്ടലംഘനം നടത്തുകയും അതിൽ ട്രാക്ടറിൽ യാത്ര ചെയ്യുകയും ചെയ്ത എം.ആർ. അജിത് കുമാറിന്റെ മേൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പമ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ എന്തായാലും നിലവിൽ ഇപ്പോൾ ഡ്രൈവർ മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. സംഗീത, വളരെ വിചിത്രം എന്നല്ലാതെ എന്തു പറയാൻ. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.